ഇൻസ്റ്റ സുലോമ്മനെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തതിൻ്റെ തെളിവാണ് ദേ ഈ ഹെയർ സ്റ്റൈൽ. എന്തായാലും എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. എന്താ ഇപ്പം മുഖത്തൊരു വൈക്ലബ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഡ്രസ്സ് ഇടണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അവസാനം ഇത് ഫിക്സ് ചെയ്തു. ഇതിപ്പോൾ എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ഒന്ന് ലുലു മാൾ വരെ പോയിട്ട് വരാം. വടക്കേക്കോട്ടയിൽ നിന്ന് നേരെ എടപ്പള്ളിക്ക് ടിക്കറ്റ് എടുത്തു. അങ്ങനെ മെട്രോ നമ്മൾ വന്ന് ചാടി ഇറങ്ങിയതുമല്ല, മെട്രോയുടെ പാട്ടിന് പോയി. പിന്നെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ മെട്രോയിൽ കയറി. നമ്മുടെ ലൈഫ് ഏറ്റവും വേസ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് വരില്ലേ, അവരെ അങ്ങനെ അങ്ങ് നമുക്ക് വിടാൻ പറ്റുമോ? അങ്ങനെ രണ്ടാൾക്കാരാണ് ഇവരെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ രാത്രി ഞാൻ ഇങ്ങനെ പോകുന്നത്. ഇവനെ പറ്റി പറയുകയാണെങ്കിൽ ഇവൻ എനിക്കൊരു 6 കൊല്ലമായിട്ട് അറിയാം. നമ്മുടെ ഈ +1 +2 കാലഘട്ടം മുതൽ അവൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ ഒരു മനുഷ്യൻ എന്നെ ചെയ്തിട്ടുണ്ടാവില്ല. അമ്മാതിരി മോട്ടിവേഷനാണ്. പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ സക്സസ് ആവണമെന്ന് വിചാരിച്ച ജെനുവൻ പേഴ്സണലുള്ള ഒരാൾ അവൻ തന്നെയാണ്. പിന്നെ അക്ഷയ, ഫ്രം എ സ്ട്രേഞ്ചർ ടു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൾ, അത്രയും പോരെ? അതിലെല്ലാം ഇല്ലേ? പിന്നെ അവർ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആൻസിനെ കാണാതെ ഞാൻ എങ്ങനെ പോകും? എടപ്പള്ളി വന്നു കഴിഞ്ഞാൽ ആൻസിനെ കാണണം, അത് നിർബന്ധം. ഇന്ന് ആൾക്ക് സാലറി കിട്ടിയോണ്ട് കാർഡ് ജസ്റ്റ് ഇങ്ങനെ നീട്ടിയിട്ട് പറഞ്ഞു എന്ത് വേണേലും വാങ്ങിച്ചോ. പിന്നെ നമ്മൾ KFC തന്നെ ഓർഡർ ചെയ്തു. KFC അത്യാവശ്യം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങളെ കൊതിപ്പിക്കണമല്ലോ, അതിനാണ് ഈ പ്രഹസനങ്ങളൊക്കെ. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. പിറ്റേ ദിവസമാണ് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചത്. രാവിലെയാണ് പോകുന്നത്, കാര്യം രാത്രി വരുന്നത് ടാസ്ക്കാണ്. പിന്നെ നമുക്ക് ഒരു കൊളാബറേഷനോടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തതും വന്നു. എന്തൊക്കെയാണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ടാറ്റ, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്ക്.